വാട്സപ്പിൽ ഒരു പുതിയ കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ വാട്സപ്പ് വഴി കോൾ ചെയ്താൽ നിങ്ങൾ ഫോൺ എടുക്കാതിരുന്നാലും ആ വ്യക്തിക്ക് നിങ്ങളുടെ IP അഡ്രസ് അറിയാൻ കഴിയും. ആ IP അഡ്രസ് ഉപയോഗിച്ച് നിങ്ങൾ ഏത് മൊബൈൽ നെറ്റ്വർക്കിലാണെന്നും അല്ലെങ്കിൽ ഏത് വൈഫൈ നെറ്റ്വർക്കിലാണെന്നും നിങ്ങൾ ഏത് നഗരത്തിലാണെന്നും നിങ്ങളുടെ ലൊക്കേഷൻ വളരെ അടുത്തുവരെ കണ്ടെത്താനുമാകാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഫോൺ എടുക്കണമെന്നില്ല, നിങ്ങളെ ആരും ഹാക്ക് ചെയ്യേണ്ടതുമില്ല. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നാൽ മാത്രം മതി. പക്ഷേ വാട്സപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന 3 സെറ്റിംഗ്സുകൾ നിങ്ങൾ ഓൺ ചെയ്താൽ നിങ്ങളുടെ സ്വകാര്യതയും സുരക്ഷയും വളരെ മികച്ച രീതിയിൽ സംരക്ഷിക്കാൻ കഴിയും. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് മറ്റുള്ളവരുടേതിനേക്കാൾ കൂടുതൽ സുരക്ഷിതമായിരിക്കും. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോ തുടങ്ങാം. ആദ്യം നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്തതിനു ശേഷം മൊബൈലിലെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പിന്നീട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ആപ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആപ്പ് മാനേജർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ചില മൊബൈലിൽ സീ ഓൾ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. പിന്നീട് നിങ്ങൾ സെർച്ച് ബാറിൽ വാട്സപ്പ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാട്സപ്പ് നിങ്ങൾക്ക് അവിടെ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ പെർമിഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പല പെർമിഷൻസ് കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻസ്, ക്യാമറ, മൈക്രോഫോൺ, കോണ്ടാക്ട്സ് തുടങ്ങിയ പെർമിഷൻസ് സാധാരണ വാട്സപ്പിന് ആവശ്യമാണ്. പക്ഷേ ഇവിടെ പലരും ശ്രദ്ധിക്കാത്ത ഒരു പെർമിഷൻസ് ഉണ്ട്, അതാണ് നിയർ ബൈ ഡിവൈസ്. ഇപ്പോൾ ഒരു സംശയം വരാം, ഈ നിയർ ബൈ ഡിവൈസ് പെർമിഷൻസ് യഥാർത്ഥത്തിൽ എന്തിനാണ്? വാട്സപ്പിന് നിങ്ങളുടെ സമീപത്തുള്ള മറ്റ് ഡിവൈസുകൾ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ വൈഫൈ ഉപയോഗിച്ച് കണ്ടെത്താനും അവയുമായി കണക്ട് ചെയ്യാനുമാണ് ഈ പെർമിഷൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, സമീപത്തുള്ള ഒരാൾക്ക് ഫയലുകൾ നേരിട്ട് ഷെയർ ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ നിയർ ബൈ ഷെയറിംഗ് പോലുള്ള ചില ഫീച്ചറുകൾ ഉപയോഗിക്കുമ്പോൾ ഈ പെർമിഷൻ സഹായിക്കും. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഫീച്ചറുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വാട്സപ്പിന് ഈ പെർമിഷൻ എല്ലായ്പ്പോഴും നൽകേണ്ട ആവശ്യമില്ല. മിക്ക ആളുകളും ഈ ഫീച്ചർ ഉപയോഗിക്കാറുമില്ല. അതുകൊണ്ട് നിങ്ങളും ഈ ഫീച്ചർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിയർ ബൈ ഡിവൈസ് പെർമിഷൻ ഓപ്പൺ ചെയ്ത് ഡോണ്ട് അലോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇത് ഡോണ്ട് അലോ അല്ലെങ്കിൽ നോട്ട് അലൗഡ് ആക്കിയാലും വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും സ്വീകരിക്കാനും ഫോട്ടോകളും വീഡിയോകളും ഷെയർ ചെയ്യാനും വോയിസ് കോൾ, വീഡിയോ കോൾ ചെയ്യാനും ഒന്നും പ്രശ്നമുണ്ടാകില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റിംഗ്സിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ വീണ്ടും പെർമിഷൻസ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ താഴെ ഫോട്ടോ ആൻഡ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പല ഫോണുകളിലും ഓൾവേസ് അലോ ഓൾ അല്ലെങ്കിൽ ഫുൾ ആക്സസ് എന്ന രീതിയിലായിരിക്കും. വാട്സപ്പിന് ഫോട്ടോ പെർമിഷൻ നൽകുന്നത് സാധാരണ കാര്യമാണ്, കാരണം നമുക്ക് ഫോട്ടോകളും വീഡിയോകളും അയക്കേണ്ടതുണ്ട്. പക്ഷേ ഫുൾ ആക്സസ് നൽകിയാൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് വാട്സപ്പ് നിങ്ങളുടെ ഗാലറിയിലെ എല്ലാ ഫോട്ടോകളും കാണാനുള്ള അനുമതി ലഭിക്കുന്നു. നിങ്ങൾ അയക്കുന്ന ഫോട്ടോകൾ മാത്രമല്ല, ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റു ഫോട്ടോകളും ഈ പെർമിഷന്റെ പരിധിയിൽ വരും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഫോണിലെ ഫോട്ടോകൾ വെറും ചിത്രങ്ങൾ മാത്രമല്ല, അതിൽ ലൊക്കേഷൻ വിവരങ്ങൾ, ഡേറ്റ്, ടൈം തുടങ്ങിയ മെറ്റാഡാറ്റ വിവരങ്ങളും ഉണ്ടാകാം. അതിനാൽ ആൻഡ്രോയിഡ് 14 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള പതിപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഫുൾ ആക്സസ് എന്നതിന് പകരം അലോ ലിമിറ്റഡ് ആക്സസ് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ വാട്സപ്പിന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫോട്ടോകൾ മാത്രം ലഭിക്കും, ഗാലറി മുഴുവൻ കാണാനുള്ള അനുമതി ലഭിക്കില്ല. അതുകൊണ്ട് പ്രൈവസി കുറച്ചുകൂടി മെച്ചപ്പെടും. ശേഷം ബാക്ക് പോയി ഹോം സ്ക്രീനിലേക്ക് വരിക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സെറ്റിംഗ്സിലേക്ക് വരാം. അതിനായി നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ പ്രൈവസി ഓപ്പൺ ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. പല ആളുകളും മുകളിലുള്ള പ്രൈവസി സെറ്റിംഗ്സ് മാത്രം നോക്കി പുറത്തേക്ക് പോകും. പക്ഷേ കുറച്ചുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അഡ്വാൻസ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. പല ആളുകളുടെയും ഫോണിൽ ഇത് ഓഫ് ആയിരിക്കും. ഈ സെറ്റിംഗ്സ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. സാധാരണയായി വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നേരിട്ട് മറുവശത്തുള്ള വ്യക്തിയുടെ ഫോണുമായി ബന്ധപ്പെടും. അതിനാൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ അഡ്രസ് കണ്ടെത്താൻ കഴിയും.
IP അഡ്രസ് എന്നത് നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷന്റെ ഒരു തിരിച്ചറിയൽ നമ്പർ പോലെയാണ്. അതിനാൽ പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്താൽ നിങ്ങളുടെ കോളുകൾ നേരിട്ട് മറുവശത്തേക്ക് പോകാതെ വാട്സപ്പിന്റെ സെർവറുകൾ വഴിയാണ് പോവുക. നിങ്ങളുടെ യഥാർത്ഥ IP അഡ്രസ് മറുവശത്തുള്ള വ്യക്തിക്ക് നേരിട്ട് ലഭിക്കില്ല. ഇത് എല്ലാവരും ഓൺ ചെയ്ത് വെക്കേണ്ട ഒരു പ്രൈവസി ഫീച്ചർ തന്നെയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ 3 സെറ്റിംഗ്സുകളും പരിശോധിക്കാൻ 2 മിനിറ്റ് പോലും വേണ്ട. പക്ഷേ നിങ്ങളുടെ പ്രൈവസി കൂടുതൽ സുരക്ഷിതമാക്കാൻ ഇത് സഹായിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.